ഹായ് മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. എന്നത്തെ പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റ് ഇത്തിരി മടിയൊക്കെ ഉണ്ട്, കിടക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നടക്കൂല മക്കളെ. 6:45 നിബൂന് ട്യൂഷന് പോവാണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ തിളപ്പിച്ചൂറ്റി വെച്ച്, പിന്നെ ഇന്നലെ വൈകുന്നേരം വെച്ച ചോറായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു ഭാഗം എടുത്ത് വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചു, അതെടുത്ത് തിളപ്പിച്ചൂറ്റി വെച്ചു. ഇനി പുട്ടുണ്ടാക്കാൻ പോവാണ്. ചെറുപയർ കറിയും പുട്ടുമാണ് ഇന്നത്തെ വിഭവം. രാവിലെ എന്തെങ്കിലും കറിയും പലഹാരവും ഞാൻ ഉണ്ടാക്കൽ ആദ്യം ഉണ്ട്, പക്ഷേ മക്കൾക്കൊക്കെ മടുത്തു തുടങ്ങി കേട്ടോ. പക്ഷെ അവർക്ക് രാവിലെ ഉപ്പുമാവ്, പൂള അങ്ങനത്തെ സാധനങ്ങളൊന്നും രാവിലെ നടക്കൂല കേട്ടോ. രാവിലെയൊക്കെ ചായയും കാര്യം തന്നെ വേണം. അപ്പോൾ ഒന്ന് പുട്ടാണ് ഉണ്ടാക്കണത്. പുട്ട് ജിയമോക്ക് ഇഷ്ടമല്ല, അപ്പോൾ അവൾക്ക് ബ്രെഡ് വാട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ആയാൽ മതി. അപ്പോൾ ഞാൻ ചെറുപയർ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ജിയമോളെ മാറ്റിയോളം മദ്രസ പറഞ്ഞയച്ച്. അപ്പം നമുക്ക് റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ പോണ കൂട്ടുകാരൊന്നും ഈ വഴിക്കില്ല, അവർ വേറെ വഴിക്കാണ് പോവുക. അപ്പോൾ അപ്പുറത്ത് അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അവളാക്കി കൊടുത്ത് അവളങ്ങോട്ട് പോയി. വന്നാലും പിന്നെ ചെറുപയർ കറി വെച്ചു. അതിനിടയ്ക്ക് നിബൂനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇങ്ങനെ കുത്തി കിടക്കണം എന്താ വിചാരിക്കേണ്ട. ആരെങ്കിലും സഹായിക്കാൻ വരുമ്പോൾ തേങ്ങ ചിരകിയിട്ട് പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ നമ്മളെന്താ വെച്ചാൽ അജ്മീൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ പുട്ടിന് വേവിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ആവി വിളിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ ഈ രമ്പയിലുണ്ടല്ലോ, രമ്പയിലും ചേർത്ത് കൊടുക്കും. നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഉണ്ടാവും ആ പുട്ടിന്. അപ്പോൾ പിന്നെ ക്യാരറ്റ് ഉപ്പേരിയാണെന്നുള്ളത്, ഉപ്പേരിക്ക് കൊണ്ടുവന്നൊക്കെ തീർന്നിട്ടുണ്ട്. ഇന്നൊരു ഉപ്പേരി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും ചമ്മന്തിയാണെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഇതൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിബൂട്ടൻ്റെ ഫോൺ കൊണ്ടുപോയി ടൈം ടേബിൾ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓൻ്റെ മൊബൈലും കേടുന്നു. അപ്പോൾ പുട്ടും ചെറുപയർ കറിയും ചമ്മന്തിയും ഇതാണ് ആക്കിയത്. ഇപ്പോൾ പിന്നെ രാത്രി പിന്നെ സെറ്റ് ചെയ്തേക്കുള്ള ഡ്രസ്സ്, എൻ്റെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ അവർ തന്നെ മാറ്റിക്കോളും. ഒക്കെ കഴിഞ്ഞൊരു 7:30 ഞാൻ മുറ്റത്തിറങ്ങി ഇങ്ങനൊക്കെ ഒന്ന് നോക്കി ചെടികളൊക്കെ എടുത്തൊന്ന് പോയി അവരോടൊക്കെ ഒന്ന് കിന്നാരം പറഞ്ഞ്. ഒരു രസമല്ലേ രാവിലെ മുറ്റത്ത് പോയി ചെടികളോടും പൂക്കളോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അടീനിയൊക്കെ നല്ല പൂത്തുലഞ്ഞ് സുന്ദരികളായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സീഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അഡ്രസ്സിൽ കവർ അയച്ചു തന്നാൽ ഞങ്ങൾക്ക് സീഡ്സ് അയച്ചു തരാം കേട്ടോ. പിന്നെ അതാ ജിയമോള് മദ്രസ ഇട്ട് വന്ന് ഓൾക്കുള്ള ഫുഡ് തന്നെ ഓളൊക്കെ എടുക്കും കേട്ടോ. അപ്പോഴേക്ക് ഞാൻ സോയാബീൻ വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ സോയാബീൻ ആക്കി വെച്ചതിന് ശേഷം പിന്നെ റിച്ചുവിന് സ്നാക്ക് എന്ന് രാവിലത്തെ ആദ്യത്തെ ഇന്ന് എന്താ അമ്മ സ്നാക്ക്, ഇന്ന് ക്രീം ബിസ്ക്കറ്റാണോ, ക്രീം ബന്നാണോ, ഇന്ന് പിന്നെ ബർഗറാണോ എന്നൊക്കെ ചോദ്യം, വലിയ ചോദ്യങ്ങളൊക്കെയാണ്. പക്ഷേ ബർഗറൊന്നും ഉണ്ടാക്കാൻ രാവിലെ നേരം പിന്നെ ഉണ്ടാക്കലും ഇല്ല കേട്ടോ. ഇതുവരെ കൊടുത്തയച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബ്രെഡ് വാട്ടിയതോ പഴം വാട്ടിയതോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചിലപ്പം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കും. അപ്പോൾ ഇന്ന് ബ്രെഡ് വാട്ടിയതാണ്. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്, എനിക്ക് ഇഷ്ടമുള്ളതാകുമ്പോൾ. പിന്നെ ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ അരച്ച് മാറ്റി ഇത് മാറ്റിയൊക്കെ വെച്ചു. പിന്നെ എന്തൊക്കെ പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എനിക്ക് എന്താ രാവിലെ എണീറ്റപ്പോഴേ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. റിഫൈൻ്റെ കീഴിലാണ്, അഫ്ലേസ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി, അടിപൊളിയാണ്. ഓൺലൈനാണ് ക്ലാസ് ഉള്ളത്. രാത്രി 9 മണിക്കാണ് ക്ലാസ്. അപ്പോൾ രാത്രി 8:30 എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുത്ത് അവർക്ക് കിടക്കാനുള്ളതൊക്കെ വിരിച്ച് 8:55 എൻ്റെ ഫുഡും കഴിച്ച് പല്ല് വരെ തേച്ച് ഞാൻ സെറ്റായിട്ട് 9 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ പിന്നെ 10:15 അതുവരെ കുട്ടികൾ TV കാണും. പിന്നെ അവരെ കൂടെ ഞാനും കിടക്കും. പിന്നെ അവരോട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ മക്കളോട് കുറച്ച് അവർക്ക് സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. കിടക്കാൻ നേരം നമ്മൾ ഭയങ്കര ബഹളവും കച്ചറയും ഒന്നും ഉണ്ടാക്കി മക്കളെ കൂടെ കിടക്കരുത്. അവരോട് സമാധാനത്തിൽ സന്തോഷത്തിൽ അവർ ഉറങ്ങണ സമയത്തും ഉണരുന്ന സമയത്തും അവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് ഉണ്ടാവണമെങ്കിൽ അത് നമ്മളെ കുട്ടികൾ ഇന്നല്ല നാളേക്ക് അവർക്ക് ഒരുപാട് ഉപകരിക്കും. അതിനിടെ ജിയമോളെ മുടി കെട്ടാനുണ്ടായിരുന്നു. എന്നും രാത്രി മുടി മടഞ്ഞിടാൻ പറയും കേട്ടോ. പക്ഷേ ചില ദിവസം അവൾ മറക്കും. ഇന്നലെ അവൾ മറന്നവരും മുടിയെല്ലാം കെട്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ കൂതി അവളെ കെട്ടി വാരി ഒതുക്കി രസമല്ലേ, പെൺകുട്ടികളെ മാറ്റി കൊടുക്കാനൊരു രസമാണ്. മുടി കെട്ടി കൊടുക്കുക അങ്ങനൊക്കെ ഭയങ്കര രസമാണ്. സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ മുന്നേ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു മോളുണ്ടായ സമയത്ത് എനിക്ക് കേട്ടോ. കാരണം ഇങ്ങനെ കുട്ടികൾക്ക് ഉടുപ്പിടണമൊക്കെ ഭയങ്കര രസമാണല്ലോ.
ആൺകുട്ടികളോട് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. പക്ഷേ നിബുവിന് എപ്പോഴും പരാതിയാണ്, ഉമ്മക്ക് എന്നോടല്ല ഇഷ്ടം, ജിയമോളുണ്ടായപ്പം ജിയമോളോടാണ് ഇഷ്ടം എന്നൊക്കെ. അവന് ആദ്യത്തെ കുട്ടികൾക്കുള്ള ഒരു പരാതിയാണല്ലോ, രണ്ടാമത്തെ കുട്ടി വന്നു കഴിഞ്ഞാൽ ഓരോട് ഇഷ്ടമല്ല, അവരോടാണ് ഇഷ്ടം. അതെല്ലായിടത്തും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാൻ പതിവുണ്ട് കേട്ടോ, അതിന് യാതൊരു കുറവുമില്ല. പിന്നെ റിച്ചുവിനെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ പോയി. നമുക്ക് റോഡ് പണി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട്, ബാക്ക് പെയിനും കാൽവേദന ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, കൊണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മളെപ്പോലെ തന്നെ വഴിയിലുള്ള ഉറുമ്പിനോടും പൂച്ചനോടും കാക്കനോടൊക്കെ കഥ പറഞ്ഞാണ് ഓനും സ്കൂളിൽ പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അടുക്കളൊക്കെ ക്ലീനാക്കി, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി 11 മണിയായിട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ സെറ്റായി, ഞാൻ ഫ്രീ ആയി. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.